നമ്മൾ പറഞ്ഞില്ലേ ഈ അവർ ചായം പൂശുമ്പോൾ അത് കഴുകിക്കളഞ്ഞാൽ പലരും വൃത്തികെട്ട മുഖങ്ങൾ എന്ന് ആലോചിക്കണം. അവർക്കെന്താ ഇപ്പോഴും അവരുടെ ഒരു അരക്ഷിതാവസ്ഥയാണ്. അതെ, അരക്ഷിതാവസ്ഥ എന്നുള്ളതല്ല, ഒരുപക്ഷെ അവരെ വേണ്ട രീതിയിൽ അവരിങ്ങനെ തൊഴിലുണ്ടാവില്ല, കാല് കഴുകി വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ അച്ഛനുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. ആയിക്കോട്ടെ, അച്ഛനുള്ള ദേഷ്യം കൊണ്ട് പ്രതികാരം ചെയ്യുന്ന ഒരു മകൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് മാത്രമായിരിക്കാം. അവൻ ആണോ ശരിക്കും അറിയാം ഞാൻ ഇന്നത് ചെയ്യാൻ കാരണം പൃഥ്വിരാജ് നമ്മുടെ ക്ലോസിനല്ല. സുകുമാരനോട് മലയാള സിനിമ ചെയ്ത ദ്രോഹം എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ മകനാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ ഇല്ലാതാക്കുന്നില്ല ഇവിടെ എല്ലാം സാധിച്ചവിടെ. തൊടാൻ പറ്റുമോ? അവിടെ തൊടാൻ പറ്റിയില്ലല്ലോ. പൃഥ്വിരാജ് പിന്നെന്താ പറഞ്ഞില്ലേ, ഞാൻ ഇത്രാമത്തെ വർഷം പടം സംവിധാനം ചെയ്യും, എഴുതും, പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അച്ചിട്ട് പോലെ നടക്കല്ലേ. ഇപ്പം എന്താ ഹിന്ദിയിൽ സിനിമ നിർമ്മിക്കാൻ പോവല്ലേ, സാമ്രാജ്യം പിടിച്ചടക്കിയില്ലേ. ആദ്യത്തെ സിനിമയിൽ ലൂസിഫറിലൂടെ തന്നെ ആൾ മാറിയില്ലേ. മൂന്നാമത്തെ പടം എമ്പുരാൻ ഇതല്ലേ. രണ്ടാമത്തെ ബ്രോഡാഡി അത് വേറെ സ്റ്റൈലുള്ള സിനിമയായിരുന്നില്ലേ. അപ്പോൾ പ്രതികാരം എന്ന് പറഞ്ഞാൽ മക്കളുടെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണിത്. അവരെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? കഴിവുണ്ട്. ഇങ്ങനെ കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നത് സിനിമയിൽ ഗ്രൂപ്പുകൾ, ജാതികൾ. ഞാൻ ആദ്യം ജാതിയുടെ എന്ന് പറഞ്ഞ ഒരാളല്ല. ജാതി വളരെ വ്യക്തമായിട്ട് ജാതിയുണ്ട്. അത് അറിയണമെങ്കിൽ സിനിമയുടെ എഴുതി കാണിക്കില്ലേ, ആ പേരുകൾ നോക്കിയാൽ മതി. ശരിയാണ്, ചിലർക്ക് ഇന്ന ആൾക്കാർ വേണമെന്നുള്ളതാണ്.